ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട്, ഈ ഒരു എന്താ പറയുക, പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഈ ഡിസ്കൗണ്ടിൻ്റെ ചാർട്ടിനോടൊപ്പം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. ഓക്കെ. അപ്പോൾ ഡിസ്കൗണ്ട് ആണ് 2025 ഈ മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. കൂടുതൽ ദിവസത്തേക്കൊന്നും ഞാൻ വെക്കുന്നില്ല, കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ. 6 ദിവസത്തേക്കുള്ള ഡിസ്കൗണ്ട് ആണ്. എനിക്ക് തോന്നുന്നു 3-4 ദിവസം കഴിഞ്ഞു. ഇനി 2 ദിവസവും കൂടിയൊക്കെ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് വരാം. ഓക്കെ. പിന്നെ എല്ലാ മാസവും ഡിസ്കൗണ്ട് നമ്മൾ ഇട്ടിരുന്നു. അപ്പം അത് ഉണ്ടാകും. എന്നാലും ചില മാസങ്ങളിൽ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഓക്കെ. ഞാനൊരു എക്സാമിനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് അനുസരിച്ചിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് ഇടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ മനസ്സ് വെളിച്ചമില്ലാതെ മങ്ങിയതുപോലെ ആയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ വന്നതിൻ്റെ പശ്ചാത്താപം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും മായുന്നില്ല. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറയുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത്. നമ്മളിവിടെ പ്രധാനമായിട്ട് 5 കാർഡ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കുറച്ച് റൊമാൻസ് ഏഞ്ചൽസ് കാർഡും നമ്മൾ എടുക്കുന്നുണ്ട്. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതും നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവസാനം കുറച്ച് ക്ലൂസും എടുക്കുന്നുണ്ട്. ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്താണ്? അത് നിങ്ങൾക്കായാലും ഈ പേഴ്സൺ ആയാലും ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അനുഭവിക്കേണ്ടത് എന്താണ്, അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് എനർജി ഫോർ യു. ആൻഡ് ഓൾസോ ലെറ്റ് മീ ചെക്ക് വാട്ട് വിൽ ബി ദ എനർജി ദാറ്റ് വി ഗോട്ട് ടുഡേ. 5 ഓഫ് എയർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല രീതിക്ക് തന്നെ ഇവിടെ നിങ്ങൾക്കിടയിൽ ടെൻഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ആണ് കണ്ടിന്യൂഷ്യലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ടെൻഷനും തല്ലുപിടുത്തങ്ങളും അങ്ങനത്തെ സിറ്റുവേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എത്രമാത്രം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും എന്താണ് അത്രയും ഒരു എന്താ പറയുക, മര്യാദക്ക് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ടെൻഷൻസ് കിടക്കുന്നുണ്ട്. അത് പുറത്തേക്ക് വരാത്ത ഒരുപാട് സീക്രറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്ത അവസ്ഥ, അതുമൂലം ഉണ്ടാകുന്ന ടെൻഷൻസ്. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് മേ ബി ഭയങ്കര പോസിറ്റീവ് ആയിരിക്കാം, സന്തോഷമായിരിക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് സംതിങ് ലൈക്ക് ഒരു ടെൻഷൻ ആയിട്ടുള്ള, ഒരു ക്ലാരിറ്റി കിട്ടാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ തല്ലുപിടുത്തങ്ങൾ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും, അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും 2 തലങ്ങളിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ഓരോ മനുഷ്യരും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. പക്ഷേ നിങ്ങൾക്ക് കുറെ മിസ്മാച്ചസ് ഉണ്ട്. അതായത് ചേരായിക ഒരുപാടുണ്ട്. അത് നിങ്ങളുടെ രണ്ടുപേരുടെ ചിന്തകളില്, സംസാര രീതികള്, വിശ്വാസങ്ങളില്, അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഭയങ്കര ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തിയുടെ അമ്മ പറയുന്നതായിരിക്കാം ആദ്യം കേൾക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം അനുസരിക്കുന്നത്. അതിനുശേഷമായിരിക്കാം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് പോലും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യം, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് പറയുന്നതായിരിക്കാം ആദ്യം കേൾക്കുന്നത്. അതിനുശേഷമായിരിക്കാം നിങ്ങൾക്ക് പ്രാധാന്യം തരണത്. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായം പോലും കേൾക്കുന്നത് സെക്കൻഡ് കാറ്റഗറി ആയിരിക്കും. ഫസ്റ്റ് കാറ്റഗറിയിൽ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ ആയിരിക്കാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും 2 തോണികളിൽ വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന 2 ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ ഒരാള് ഭയങ്കര നാടനായിരിക്കാം, മറ്റൊരാൾ ഭയങ്കര മോഡേൺ ആയിരിക്കാം. ഒരാൾക്ക് നാടൻ ഭക്ഷണം ഒഴിക്കാം, മറ്റൊരാൾക്ക്
എന്താ പറയുക, മോഡേൺ ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കാം, ഫാസ്റ്റ് ഫുഡൊക്കെ ആയിരിക്കാം. ഒരാൾക്ക് വളരെയധികം നാട്ടിൻ പുറത്ത് പുറം അതിലാണ് നാട്ടിൻ പുറത്തുകാരനായിട്ടാണ് താമസിക്കേണ്ടതെങ്കിൽ മറ്റൊരാൾക്ക് സിറ്റി ലൈഫ് ആയിരിക്കാം ഇഷ്ടം. അതിന് കംപ്ലീറ്റ്ലി ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരായിട്ടുള്ള ഒരു ഡിഫറെന്റ് ടേസ്റ്റ്സ് ഉള്ള, ഡിഫറെന്റ് ഡയറക്ഷൻസ് ഉള്ള, ചിന്താഗതികളുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മേ ബി ആദ്യമൊക്കെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറ്റ്സ് ഫൈൻ, ഇത് സന്തോഷകരമായിരിക്കാം, സംതൃപ്തിയുള്ളതായിരിക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് സംതിങ് ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ നിരന്തരമായിട്ട് തല്ലുപിടുത്തങ്ങൾ, വാക്കുതർക്കങ്ങൾ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചിട്ട് എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്താണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ചിന്തിക്കുന്നത്, നമുക്ക് നോക്കാം. വി ഗോട്ട് ദ റീജനറേഷൻ ആൻഡ് ഓൾസോ ദിസ് റീജനറേഷൻ കാർഡ് ഇറ്റ്സ് ഓൾ അബൌട്ട്, ഇത് നമുക്കറിയാം, ഇത് കംപ്ലീറ്റ് കത്തിച്ചാമ്പലായിട്ടുള്ള ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും ഒരു വാട്ടർ കണ്ടന്റ് വന്നിട്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാം ഇറ്റ്സ് ഓൾ അബൌട്ട് തീയാണ്, കംപ്ലീറ്റ്ലി ഫയർ ആണ്. ബട്ട് മുകളിലേക്ക് വരുമ്പോൾ അതൊരു വെള്ളത്തിന്റെ വാട്ടർ കണ്ടന്റ് ആണ്, വാട്ടർ എലമെന്റ് ആണ്. അതിലൂടെ പുതിയ പുതിയ ഇലകളെല്ലാം കിളിർത്ത് വരുന്നു. അപ്പൊ അതൊരു റീജനറേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നശിച്ചു പോയിട്ടുള്ള, ചാമ്പലായിട്ട് പോയിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കാം എത്തി നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അതിൽ നിന്നും എന്താണ് ആ ഒരു വാട്ടർ എലമെന്റ് വന്ന് പുതിയ ഇലകൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നിന്നു പോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളായിട്ടുള്ള കണക്ഷൻ വേണ്ട എന്ന് വെക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നില്ല. കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു തീ പിടിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വളരെ ഹോട്ടായിട്ടുള്ള ഈ ഒരു പ്രതലത്തിൽ വെള്ളം വന്ന് വീഴണം. എന്നാൽ മാത്രമേ ആ ഒരു പ്രദേശം തണുപ്പാവുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യമാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ അങ്ങോട്ട് വിട്ടുകളയാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ബട്ട് എന്തുകൊണ്ടോ വളരെയധികം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിപ്പിക്കണമെന്നും പുതിയൊരു സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പ് ഉയർന്നു വരണമെങ്കിൽ, നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഉയർന്നു വരണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. ആൻഡ് വി ഗോട്ട് ദ ടൈം ഫോർ എ നാപ്പ് ആണ്. ആൻഡ് ഓൾസോ നമുക്കറിയാം ഇത് ഒരു ഉറങ്ങുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങളോട് ഉറങ്ങാനല്ല പറയുന്നത്, പകരം ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളിൽ കണ്ണടക്കാനായിട്ട് ശ്രമിക്കുക. കണ്ണടക്കുക എന്ന് പറയുന്നത് കണ്ണടച്ച് കിടന്ന് ഉറങ്ങാനല്ല, കുറേ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനായിട്ട് നോക്കണം. കാരണം നിങ്ങളാണെങ്കിലും കുഞ്ഞു കാര്യങ്ങളിൽ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുന്നതായിട്ടും, വളരെ പെട്ടെന്ന് തന്നെ അസ്വസ്ഥരാകുന്നതായിട്ടും, ദേഷ്യപ്പെടുന്നതായിട്ടും, കൂടെയുള്ളവരോട് പോലും നിങ്ങൾ ദേഷ്യം കാണിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട. നിങ്ങളൊരു സമാധാനപരമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരാനായിട്ട് നോക്കണം. ഓക്കെ, ഒരു സമാധാനം എന്ന് പറയുമ്പോൾ അത് ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ നടിക്കേണ്ടി വരും. ഓക്കെ, അത് ചിലപ്പോൾ ഈ പേഴ്സൺ ഇതുപോലെ ദേഷ്യപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് കുറെ വിടുവായിത്തരമായി തോന്നിയത് പറയുന്നതായിരിക്കാം. അപ്പൊ തൊട്ടേനും പിടിച്ചേനും നിങ്ങൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ശാന്തമായിട്ടുള്ള എനർജിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശാന്തമായിട്ടുള്ള എനർജിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശാന്തതയാണ് സൂചിപ്പിക്കുന്നത്. ശാന്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് അങ്ങനെയാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, വളരെ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് ശബ്ദങ്ങളൊക്കെ ഉയർത്തി സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതിൽ നിന്നും ഒന്ന് വിട്ടുമാറി നിൽക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ആ ഒരു റെസ്റ്റിംഗ് എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഒരിക്കലും നമുക്കതൊരു നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയ ഒരു കാര്യമായിട്ട് കാണിക്കുന്നു. ഓക്കെ,
ഇനി നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ലെറ്റ്സ് സീ വാട്ട് വിൽ ബി ദ കാർഡ്. ലോസ് ആൻഡ് ലാക്ക് ആണ്, ഫിയർ വിക്ടിമൈസേഷൻ ആണ്. അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരുപക്ഷെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയിൽ മാത്രം കൊണ്ടുപോയി ഇടുകയും നിങ്ങളുടെ കുറ്റമാണ്, ഇത് നിങ്ങളുടെ കുറ്റം മാത്രമാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് വരികയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ അകന്നു പോകുന്നത് കണ്ടിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം പേടി വരാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ അകന്നു പോകുന്നത് കണ്ടിട്ട് ഈ വ്യക്തിക്ക് ഒരു ഭയം, ഉൾഭയം, അത് നമുക്കിവിടെ തീർത്തും കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഉൾഭയം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള സിറ്റുവേഷൻസ് അതെങ്ങനെയായിരിക്കും, നിങ്ങൾ ഇനി വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും ബ്രേക്കപ്പ് ചോദിക്കോ, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ അകന്നു പോകുമോ, ഇത്തരം ചിന്തകൾ ഈ പേഴ്സണിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു ആദ്യമൊക്കെ സ്വന്തമായിട്ട് ന്യായീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാനാണ് ശരി, നീ തെറ്റ്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് കേട്ട് അനുസരിക്കുക, എൻ്റെ ഭാഗത്താണ് ന്യായം എന്നുള്ള സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം നഷ്ടവും അതുപോലെ യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളും ഈ വ്യക്തിക്ക് വന്നിട്ടില്ല. എല്ലാ മേഖലയിലും വളരെയധികം നഷ്ടങ്ങളും ഒറ്റപ്പെടലുകളും ആശങ്കകൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ വറ്റിപ്പോയ സാഹചര്യം ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഈ പേഴ്സന്റെ തെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ സ്വന്തം തെറ്റ് തന്നെയാണ്, സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എനിക്ക് ഓരോ കാര്യവും ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരേണ്ടതാണ്. ഓക്കെ, അത് യൂണിവേഴ്സ് കൊടുത്തതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വ്യക്തി അതിലൂടെ പല പാഠങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളോട് അല്ലെങ്കിൽ അത്തരം അനീതികൾ അതും മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ചില തകർച്ചകളൊക്കെ വലിയ വലിയ മാറ്റത്തിന് കാരണമാകും. ഓക്കെ, ഇനി ഫൈനൽ ഔട്ട്പുട്ട്, അതായത് ഈ വ്യക്തി നിങ്ങളെ തേടി വരുമോ? ഓക്കെ, നമുക്ക് നോക്കാം ദ ഫൈനൽ ഔട്ട്കം. IV ആണ് കിട്ടിയിട്ടുള്ളത്, നമ്പർ 14. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചെറിയ ഒരു മാറ്റമൊന്നുമല്ല, വളരെ വലിയൊരു മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും പെടും. ഓക്കെ, പുതിയ പാർട്ട്ണർഷിപ്പ്, പുതിയ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളായിട്ടുള്ള ന്യൂ ബിഗിനിങ്സ്, റീസ്റ്റാർട്ട് ചെയ്യുക, ന്യൂ സ്റ്റാർട്ടപ്പ്, ഇപ്പൊ ജോബ് ആണെങ്കിലും പുതിയ ഒരു ജോലി, അങ്ങനെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഈ വ്യക്തി കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിസ്സാരമല്ല. അത്രമേൽ ഈ വ്യക്തി കോർണറിങ് ആയിട്ടുണ്ട്, അത്രയും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഓക്കെ, അത്രയും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അത് നമുക്കിവിടെ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അത്തരം ഒരു മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കാണിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് 3 റൊമാൻസ് ഏഞ്ചൽസിന്റെ ഒരു മെസ്സേജും കൂടെ നോക്കാം. വാട്ട് ദേ ആർ ട്രൈങ് ടു ടെൽ യു. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ്? കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു കടുംപിടുത്തങ്ങളൊന്നും ചെയ്യണ്ട. എപ്പോഴും ഒരു ഫ്രീ ആയിട്ടുള്ള മനസ്സായിട്ട് നിൽക്കുക, ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിൽക്കുക. എനിക്ക് ഇങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിൽ തന്നെ പോകണം, ഇങ്ങനെ തന്നെ ആകണം, അങ്ങനെയാണെങ്കിലേ ഞാൻ ഓക്കെ ആവുള്ളൂ. അത്തരം പിടിവാശികൾ നിങ്ങളും മാറ്റിവെക്കുക. ഓക്കെ, അത് എന്തോ നിങ്ങളെ കൂടുതൽ കൂടുതൽ അസ്വസ്ഥരാക്കാനാണ് സാധ്യത. അതാണ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്, ഒരു ഫ്രീ ബേർഡ് ആയിട്ട് നിൽക്കുക. ഓക്കെ,
കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ആണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ അഫർമേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സോളും ഈ പേഴ്സന്റെ സോളും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുകയും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ്, പ്രാർത്ഥനകൾ, അഫർമേഷൻസ്, സ്പെൽ വർക്ക്, മാനിഫെസ്റ്റേഷൻ, സ്പിരിച്വൽ പ്രാക്ടീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സോളും ഈ പേഴ്സന്റെ സോളും തമ്മിൽ ആ ഒരു കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഉണ്ടാകും, റീകണക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കാം. മേക്ക് ദ എഫേർട്ട് ആണ്. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അത് മാത്രമല്ല, ചെറിയ രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. മേക്ക് ദ എഫേർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഈ ഒരു കാർഡിൽ നിങ്ങളൊന്ന് ഫ്രീ ആകാനാണ് പറഞ്ഞത്, അതായത് ഒരു ബ്രേക്ക് എടുക്കാനാണ് പറഞ്ഞത്, നിശബ്ദരാകാനാണ് പറഞ്ഞത്. പക്ഷെ വെറുതെ നിശബ്ദരായിട്ടിരിക്കാനല്ല, പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്നർ വർക്ക് എന്തൊക്കെയാണോ അത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളെ തേടി കംപ്ലീറ്റ് ആയിട്ട് വരികയുള്ളൂ. മനസ്സിലായോ? അല്ലാതെ വെറുതെ മിണ്ടാതിരിക്കാനല്ല പറയുന്നത്. നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസും നെഗറ്റീവ് എനർജീസും എന്താണോ അത് നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, നിശബ്ദമായിട്ട് ഇരുന്നു കൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് നോക്കണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. What will be the clues for you? Yes. 2025 കിട്ടിയിട്ടുണ്ട്. മേ ബി ഈ വർഷമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, പുതിയൊരു പ്രണയം വന്ന് സ്റ്റാർട്ട് ചെയ്തത് ചിലപ്പോൾ ഈ വർഷത്തിലായിരിക്കാം. അല്ലെങ്കിൽ ഈ വർഷത്തിൽ സംതിങ് എന്തോ സ്പെഷ്യൽ, ചിലപ്പോൾ നിങ്ങളുടെ റിയൂണിയൻ നടക്കാൻ സാധ്യതകൾ ഉണ്ടാകാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. ടോറസ് കിട്ടിയിട്ടുണ്ട്, സോഡിയക് സൈൻ ആണ്. Capricorn, earth energy is more here. Gemini, yes, Aquarius, Libra, Gemini. Aquarius, again the Aquarius, okay. എല്ലാ സൈനും ഉണ്ട് കേട്ടോ. Pisces, water sign. Scorpio, okay, what again the water sign. നമ്പർ 1 കിട്ടിയിട്ടുണ്ട്, 1 നമ്പർ കിട്ടിയിട്ടുണ്ട്. ഐ മീൻ നമ്പർ മീൻസ് അത് ഡേറ്റ് ആണ്, 1-ാം തീയതി. മേ ബി സംതിങ് നിങ്ങളുടെ ബർത്ത് ഡേറ്റോ സംതിങ് ലൈക്ക് 27-ാം തീയതി കിട്ടിയിരിക്കുന്നു, 9-ാം തീയതി കിട്ടിയിരിക്കുന്നു. മേ ബി വെഡിങ് ആനിവേഴ്സറി, റിയൂണിയൻ ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായ ഡേറ്റ് ആയിരിക്കാം. ഓക്കെ, ലവ് ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി, 21st 12-ാം തീയതി, 28-ാം തീയതി, 144 144 ഏഞ്ചൽ നമ്പറാണ്. 888 കിട്ടിയിട്ടുണ്ട്, ഏഞ്ചൽ നമ്പറാണ്. 1221 മിറർ നമ്പറാണ്, ഏഞ്ചൽ നമ്പറാണ്. ദെൻ യെസ് 1117, ഓക്കെ, അങ്ങനെ പറയാനാണ് ഈസി. നെക്സ്റ്റ് 1222. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീസണേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 6 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. 2025 മാർച്ച് മാസത്തിലെ, അതായത് ഈ മാസത്തിലെ ഡിസ്കൗണ്ട് ഓഫറാണ്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് മാത്രമാണ്, കൂടുതൽ ദിവസത്തിലേക്കില്ല. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു, 3-4 ദിവസം കഴിഞ്ഞു, ഇനി 2 ദിവസവും കൂടി ഉള്ളൂ. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ കസ്റ്റമേഴ്സ്, പുതിയ വ്യൂവേഴ്സ്, ഇനി ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഡിസ്കൗണ്ട് ചാർട്ടിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ 2 ദിവസവും കൂടി ഇനി ഉണ്ടാകുള്ളൂ. കഴിഞ്ഞ് കഴിയുമ്പോൾ ചോദിച്ചു വരരുത്. പിന്നെ ഇനി അടുത്ത മാസം ഉള്ളൂ, പക്ഷെ അടുത്ത മാസവും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഇപ്പോഴത്തെ കുറച്ച് ബിസി ഒരു ഷെഡ്യൂളാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അടുത്ത മാസം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. സോ വരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഡിസ്കൗണ്ട് റേറ്റിൽ വരാവുന്നതാണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സോ ചാനൽ ഇഷ്ടപ്പെട്ടതിന് സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.